ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നത് ഒരു മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. എഗ്ലെസ് മയോണൈസാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കാച്ചി വെച്ചതോ അല്ലെങ്കിൽ കാച്ചാണ്ട് ഉള്ളതോ ഉപയോഗിക്കാം. ചൂടുള്ള പാൽ ആവാൻ പാടില്ല മാത്രം. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സി ബ്ലെൻഡ് ചെയ്തിട്ട് വരിക. ഒന്ന് അരച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡൊക്കെ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പഞ്ചസാര ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് മയോണൈസിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആവാം വിനീഗറാണ് ഇതിലേക്ക് വേണ്ടത്. വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അല്ലി, വലിയ വെളുത്തുള്ളി അല്ലി ആണെങ്കിൽ ഒരു 2 അല്ലി വരെ ഇടാം. ചെറുതാണെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുതാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വന്നു. ഇനി നിങ്ങൾക്ക് ഈ തിക്നെസ് പോരാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഫുള്ളായിട്ട് എടുക്കണ്ട, ഒരു പകുതി ഭാഗം വരെ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സി ഓൺ ചെയ്യുക. അപ്പോൾ ഇതിലും ടൈറ്റ്നെസ്സിലായിട്ട് കിട്ടും. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തത് മാത്രമേ ഉള്ളൂ, കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് 3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ മയോണൈസ് വേണ്ടെങ്കിൽ എല്ലാം പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അതുപോലെ 1/4 കപ്പ് പാല്, ബാക്കി പറഞ്ഞ ഇൻഗ്രീഡിയൻസും കൂടി പകുതിയാക്കിയിട്ട് എടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.